നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് സോഷ്യൽ ഓഡിറ്റ്. ഇപ്പോൾ സാർ ഒരു ഓഡിറ്റർ ആണല്ലോ, സോ സാറിനായിരിക്കും കൂടുതൽ പറയാൻ പറ്റുക. അപ്പോൾ എന്താണ് ഈ സോഷ്യൽ ഓഡിറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഓഡിറ്റർ അല്ല, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അത്രയേ ഉള്ളൂ. ഞാനൊരു കൺസൾട്ടൻ്റാണ്. പക്ഷേ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തോന്ന് എനിക്കറിയത്തില്ല. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽസിൻ്റെ അതിൻ്റെ ട്രൂ ആൻഡ് ഫെയർ, അതിൻ്റെ അസറ്റ്സ്, ലയബിലിറ്റി, പ്രോഫിറ്റ് എന്താണ്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നു. അത് മേ ബി പഞ്ചായത്ത് ലെവലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ അല്ലെങ്കിൽ ഈവൻ നാഷണൽ ലെവലിലോ നമ്മൾ വലിയ രീതിയിൽ പ്രൊജക്റ്റ്. ഫോർ എക്സാമ്പിൾ വയനാട്ടിൽ ഇപ്പോൾ ഒരു വലിയൊരു ഇത് നടക്കും, അതിൻ്റെ മുകളിൽ നമ്മളൊരു വലിയൊരു പ്രൊജക്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നു. ആ സോഷ്യൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഇതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അതായത് ഗ്രൗണ്ട് ലെവലിൽ പോയിട്ട് നമ്മൾ പോയി ചെക്ക് ചെയ്യുക, ഈ പറയുന്ന കാര്യത്തിന് ആണോ ഇത് സ്പെൻഡ് ആയിരിക്കുന്നത്, അവർക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ടോ, അതുകൊണ്ട് അവർക്ക് എന്ത് ഗുണമുണ്ടായി, അതാണ് ഈ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കമൻസ് ഇട്ടിട്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ല ഈ സോഷ്യൽ ഓഡിറ്റ്. Fintaxman, the mentor your business needs.